ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ കെ എ ജബ്ബാർ സാഹിബ്, ഇന്നത്തെ ഈ സെമിനാറിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഡോക്ടർ സുൽഫിക്കർ അലി, പ്രിയപ്പെട്ട ശ്രീ ആർ എസ് പണിക്കർ, ഇനി സംസാരിക്കാതിരിക്കുന്ന ഫാദർ ചാക്കോച്ചൻ ഇല്ലിക്കൽ, ശ്രീ ഷരീഫ് മേലേതിൽ, പി ടി ജബീബ് സുഖീർ, പ്രിയപ്പെട്ട നിയമത്തുള്ള ഫാറൂഖ്, പി കെ മൊയ്തീൻകുട്ടി സാഹിബ്, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി പ്രാക്കുന്ന്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിത്താര, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് ഭാരവാഹികളെ, ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വണ്ടൂർ സലഫിയ കോളേജിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ഒട്ടേറെ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസവും സദാചാരനിഷ്ഠയും എന്ന ഏറ്റവും കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ സെമിനാറിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, പൊതു സമൂഹം തന്നെ അല്ലെങ്കിൽ രാജ്യം തന്നെ അധാർമികതയിലേക്കും മൂല്യച്യുതിയിലേക്കുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുവാനും അതിന് പ്രചോദനം ഉണ്ടാകുവാനും ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങളും സ്ഥിതിവിശേഷങ്ങളുമെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയം ചർച്ചക്കെടുക്കുകയും സമൂഹത്തിൽ പൊതുവെയും വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും സദാചാര ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ അവരെ എല്ലാ നിലയിലും സജ്ജരാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് പൊതു സമൂഹത്തിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയുമൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ മതവിദ്യാഭ്യാസം തീർച്ചയായും പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സദാചാര മൂല്യങ്ങൾ, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും വിജയം കൈവരിക്കുന്ന ഉത്തമ സമൂഹത്തിൻ്റെ അംഗങ്ങളായി ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടന്നു വരുന്നത്. മതവിദ്യാഭ്യാസം നമുക്കറിയാം, ധാരാളം മതസ്ഥാപനങ്ങൾ, മദ്രസകൾ, വ്യവസ്ഥാപിതമായ മദ്രസാ പ്രസ്ഥാനം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്തെ പോലെ ഇല്ല. അതൊക്കെ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന്
ഈ സമുദായത്തിലെ കുട്ടികളെ ഒരു വലിയ അളവോളം ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രേരണയാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൽപ്പിക്കുന്ന പ്രാധാന്യം പഴയ കാലങ്ങളിൽ നിന്ന് ഒട്ടേറെ വളർന്ന് വലുതായി വന്നപ്പോൾ ജീവിത സാഹചര്യങ്ങളും മറ്റ് ചുറ്റുപാടുകളുമെല്ലാം മതപഠനത്തെ പല രീതിയിലും ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. ആ രീതിയിലുള്ള ശക്തമായ അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും സദാചാരബോധത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുക അറിയുക എന്നുള്ളത് മാത്രമല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയവും അതില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രയാസങ്ങളും ശിക്ഷകളുമൊക്കെ ഉണ്ടാകുമെന്നുള്ള തോന്നലുകളുമൊന്നും പുതിയ തലമുറയിലേക്ക് ചെലുത്താൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മാത്രവുമല്ല, നമുക്കറിയാം ഇന്നത്തെ സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ മുന്നേറ്റം അതൊരു ഭാഗത്ത് നമ്മെ വളരെയേറെ സഹായിക്കുകയും മറ്റൊരു ഭാഗത്ത് അതിൻ്റെ തിന്മകളായ വശങ്ങൾ തീർച്ചയായും സമൂഹത്തിൻ്റെ സദാചാരബോധത്തെയും മൂല്യങ്ങളെയും ഒക്കെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ സിലബസുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്തിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, മോറൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സബ്ജക്റ്റുകളായിട്ടില്ല. പാഠപുസ്തകങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായി അല്ലെങ്കിൽ എത്രത്തോളം ഇഫക്റ്റീവായി കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ധാർമ്മികത മാത്രമല്ല, മൂല്യച്യുതി മാത്രമല്ല, മറ്റൊട്ടേറെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ശരി, ലഹരി സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ശരി, എല്ലാം തന്നെ ഇന്ന് പാഠഭാഗങ്ങളിൽ വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് എത്രത്തോളം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നു, അത് എത്രത്തോളം മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മാതൃകാപരമായ ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ജീവിക്കുക എന്നതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ നേരെ തിരിച്ചുള്ള ദിശയിലേക്കാണ് പൊതുവെ ഒഴുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒഴുക്കിനെതിരായി നീന്താനുള്ള ഒരു ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയുമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. കാരണം അവരുടെ പ്രായവും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളും സൗകര്യങ്ങളുമെല്ലാം അവരെത്രയും എളുപ്പത്തിൽ തിന്മകളിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ പര്യാപ്തമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തി ഏത് കാര്യത്തിനും അതിൻ്റേതായ ഒരു ലക്ഷ്മണരേഖ തീരുമാനിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള നിഷ്കർഷയാണ് ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. അത് മറ്റാരെങ്കിലും ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. ഇന്ന് നമുക്കറിയാം, വളരെയേറെ ക്യാമ്പസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള അരുതായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ലോകവും പുതിയ തലമുറയും ഒന്നും അതിന് വലിയ വില കൽപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ തന്നെയും ഏത് രീതിയിൽ പരിഹാരങ്ങൾ കാണാൻ കഴിയും, അതാണ് സമൂഹം ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ട ഒരു വിഷയം. ഭരണകർത്താക്കൾക്കും സംവിധാനത്തിനുമൊക്കെ അതിൻ്റേതായ പങ്കുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും ഇടപെടലുകളും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പുതിയ തലമുറയെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും. ഇന്ന് നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്. ഇൻ്റർനെറ്റിൻ്റെ യുഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. ആരോഗ്യ മേഖലകളിലാണ് ഇൻ്റർനെറ്റിൻ്റെ
ഉപയോഗം അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന 2 മേഖലകൾ അതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുമുള്ള ഏത് കാര്യവും ഏത് വിജ്ഞാനവും ഞൊടിയിടക്കുള്ളിൽ നമ്മുടെ വിരലൊന്നമർത്തിയാൽ നമ്മുടെ കൺമുമ്പിൽ തെളിയുന്ന സൗകര്യം നമുക്കുണ്ട്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മാത്രമല്ല, ഒരു വലിയ അളവോളം മൊബൈലുകൾ വരെ നമ്മുടെ വിജ്ഞാന സമ്പാദനത്തിന് ഉപകരിക്കുന്നു, ആശയവിനിമയത്തിന് ഉപകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എത്രമാത്രം അത് പോസിറ്റീവായി ഗുണപരമായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയായ അല്ലെങ്കിൽ അവർക്ക് നല്ല നിലയിൽ നന്മയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന മേഖലകളിലല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ചെക്ക് ആൻഡ് മെഷർ കാര്യത്തിൽ ആവശ്യമുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം മദ്യവും മയക്കുമരുന്നുമൊക്കെ ക്യാമ്പസുകളുടെ ഒരു ഹരമായി മാറിയിരിക്കുന്നു. പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ പുകവലിയായിരുന്നു ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പുകവലി 99% ഇല്ലാതായിരിക്കുന്നു. ക്യാമ്പസുകളിൽ മാത്രമല്ല, പൊതുവെ ജനങ്ങൾ പുകവലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. പക്ഷേ അതിന് പകരമുള്ള സാധനങ്ങൾ ഡ്രിങ്ക്സും ഒക്കെ ഇന്ന് ക്യാമ്പസുകളിൽ സജീവമായിരിക്കുന്നു. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ സജീവമായിരിക്കുന്നു. അതിൻ്റെ ലഭ്യത എത്രത്തോളം ഇല്ലാതാക്കാൻ വേണ്ടി അധികാരികൾ ശ്രമിക്കുന്നോ അതിൻ്റെ ഇടയിലുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടെത്തിക്കൊണ്ട് അത് കുട്ടികളിൽ 10 വയസ്സായ കുട്ടികൾ പോലും വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും കൂടി ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ വ്യക്തമായൊരു കാര്യം, 10 വയസ്സ് പോലുമുള്ള കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളായി അതൊരു ദിവസം കിട്ടാതിരുന്നാൽ അവർക്ക് അവരുടെ ദൈനംദിന ജീവിതം അവരുടെ സാധാരണഗതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഫലപ്രദമായി നേരിടുന്നതിനും അതിൽ നിന്ന് കുട്ടികളെ വിലക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ അവർ പോകാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പിലാക്കാൻ ആരംഭിച്ചത്. വലിയ അളവോളം അതിന് പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ തന്നെ ഇത്തരം കുട്ടികളെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പോലുള്ള സംവിധാനങ്ങളുണ്ടാക്കി കുട്ടികളിൽ തന്നെ ഇതുപോലുള്ള ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അവരെ ഉൾക്കൊള്ളിക്കുകയും അവരെ ഇത് വീക്ഷിക്കുവാനും മറ്റു കുട്ടികളിലേക്ക് പോകുന്നത് തടയുവാനുമൊക്കെയുള്ള കുട്ടികളായി ഉപയോഗപ്പെടുത്തുവാനും കഴിയുമ്പം ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും അവരുടെ ഭാവി ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനം അവർക്കുണ്ടാകും. അപ്പം അതുകൊണ്ടാണ് അത്തരം യൂണിറ്റുകൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. വളരെയേറെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ വരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുന്നത് ശരിയായ കാര്യങ്ങൾക്കല്ല. അത് തടയാനും അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബഹുമാനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ഒരു വലിയ തോതിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. പക്ഷേ എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനെ മറികടക്കാനുള്ള ചപ്പടി വിദ്യകൾ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി അതുമായി മുന്നോട്ട് പോകുന്നു. കാരണം പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു ചാബല്യവും അതിലുണ്ട്, അതൊരു വസ്തുതയാണ്. കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായും വീണു പോകുന്നത്. പക്ഷേ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈലുകളിലൂടെയൊക്കെ വരുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ് പുതിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ഗുണത്തിലേറെ ദോഷം ആ വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏത് രീതിയിൽ ചെക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യം പരസ്യമായ ചുംബനം. ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന കാര്യം അതാണ്. എവിടേക്കാണ് ഈ ലോകം പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ എതിർക്കാനും അനുകൂലിക്കാനും ആളുകൾ ഉണ്ടായിരിക്കുന്നു. പരസ്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആവാം, ഒന്നിനും ഒരു അതിർവരമ്പുകളൊന്നും വേണ്ട എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ അത് ഈ ലോകം ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ
മഹത്തായ ഒരു പാരമ്പര്യവും സംസ്കാരവുമുള്ള നമ്മുടെ രാജ്യം, അതോടൊപ്പം തന്നെ മതനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന മതവിഭാഗങ്ങൾ, ധാർമ്മികതയ്ക്ക് ഊന്നൽ നൽകുന്ന സമൂഹങ്ങൾ, അവരൊക്കെ തന്നെയും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ, അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നവരെ പിന്തിരിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അതിന് ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കണം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും അതനുസരിച്ച് ഓരോ പ്രദേശത്തും നമ്മൾ പല കാര്യങ്ങൾക്കും കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നത് പോലെ ഈ കാര്യത്തിൽ, കാരണം നമ്മുടെ പുതിയ തലമുറ തെറ്റിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുതിർന്നവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഏത് രീതി ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി, ഓരോ പ്രദേശത്തുള്ള ക്യാമ്പസുകളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി, പൊതു സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ചെറുക്കാനായിട്ട് കഴിയും. അങ്ങനെ അവരുടെ സ്വന്തം നിലയിലാണെങ്കിലും ശരി, കാരണം മദ്യവും മയക്കുമരുന്നും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ മറ്റുള്ളവർക്ക് മാത്രമല്ല ദോഷകരമായി ഭവിക്കുന്നത്, ആ വ്യക്തിക്ക് തന്നെ ദോഷകരമായി ഭവിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതം തന്നെ താറുമാറാവുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം താറുമാറാകുമ്പോൾ തീർച്ചയായും അവരെ ആശ്രയിക്കുന്ന അവരുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങൾ ഒക്കെ തന്നെയും അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് ഇത്തരം സെമിനാറുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ആ സെമിനാറിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെ എങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയും, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് പരിശോധിച്ച് ഓരോ പ്രദേശങ്ങളിലും അതിനനുസരിച്ചുള്ള കൂട്ടായ്മകൾ, ഇതിൽ ജാതിയും മതവും ഒന്നുമില്ല, രാഷ്ട്രീയവുമില്ല. ഇത് പുതിയൊരു തലമുറയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം അതിനനുസരിച്ചുള്ള കൂട്ടായ്മകൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരളവോളം നമുക്ക് ക്യാമ്പസുകളാണെങ്കിലും പുറം ലോകമാണെങ്കിലും എല്ലാം ആ കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം സമൂഹത്തെ ഏറ്റവും അധികം ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ടീനേജേഴ്സായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ പലപ്പോഴും പഴയ കാലത്തെ പോലെയുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഒരു കണ്ണ് കുട്ടികളിൽ വെക്കാൻ കഴിയുന്നില്ല നമുക്ക്. കുട്ടികൾ ഏത് ദിശയിലേക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് പരിശോധിക്കാൻ രക്ഷിതാക്കൾക്ക് പോലും സമയം കിട്ടാതെ, കാരണം ഏറ്റവും തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. എല്ലാവരും അവൻ്റെതായ മേഖലകളിൽ 24 മണിക്കൂർ തികയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കാര്യങ്ങൾക്ക് തന്നെ സമയമില്ലാതെ വരുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു. ശ്രദ്ധിക്കുന്നില്ല എന്ന് ബോധ്യമാകുമ്പോൾ തീർച്ചയായും അവരുടെ അബദ്ധസഞ്ചാരം പല രീതിയിൽ പല മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവസാനം പടുകുഴിയിൽ വീണതിന് ശേഷമായിരിക്കും വിവരങ്ങൾ അറിയുന്നപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തന്നെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇവിടുത്തെ ഈ വണ്ടൂർ സലഫിയ കോളേജ് വളരെ കാലിക പ്രസക്തിയുള്ള ഇങ്ങനെ ഒരു വിഷയം ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളെ മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും 2 പ്രശസ്തരായ വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയാണ്. ദീർഘമായി മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ വരുന്നത്. ധാരാളം സ്ഥാപനങ്ങൾ സ്കൂൾ തലത്തിലും അതുപോലെ കോളേജ് തലത്തിലുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് വികസിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ആ വികസനത്തിൽ ഏത് രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ പങ്കാളിയാകാൻ കഴിയും, എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് തീർച്ചയായും പരിശോധിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ നിയമങ്ങൾ, ചട്ടങ്ങൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.